പിനാക്കിൾ അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 മാർച്ചിലെ +2 ഫിസിക്സ് എക്സാമിനേഷൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊതുവേ ഒരു ഏറ്റവും സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എന്നാൽ A+ വാങ്ങിക്കാൻ കുറച്ച് ലോജിക്ക് വേണമായിരുന്നു. A+ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം അതിൽ 1-2 ക്വസ്റ്റ്യനൊക്കെ കുറച്ച് ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പല കൂട്ടുകാരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിപ്പോയ പല ഡെറിവേഷൻസും ചോദിച്ചിട്ടില്ല. ആപ്പാടെ എനിക്ക് തോന്നുന്നു 2-3 ഡെറിവേഷൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നു. അത് ഡയറക്റ്റ് അല്ലായിരുന്നു, ലോജിക്കലായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ മിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാതെ, എന്നാൽ വളരെ എളുപ്പമായൊരു ക്വസ്റ്റ്യനുമായിരുന്നു. കാരണം എന്താണ്, അല്പം തിയറി അറിയാവുന്നവന് എഴുതാൻ പറ്റുന്ന, സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ A+ കിട്ടാൻ കുറച്ച് ടഫായിരുന്നു. എന്നാൽ ഒരു ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ത് സംഭവിക്കും? അതായത് ആ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താക്കി? പകുതിയാക്കി. അതായത് D എന്താക്കി? D/2 ആയാൽ കപ്പാസിറ്റൻസ് എന്ത് സംഭവിക്കും? അപ്പോൾ ഞാൻ ആദ്യത്തെ കപ്പാസിറ്റൻസിനെ C1 എന്ന് വിളിക്കുന്നു. അപ്പോൾ C1 = നമുക്കൊരു ε0 A/ എന്താണ്? D ആണ്. കപ്പാസിറ്റൻസിൻ്റെ ഡിസ്റ്റൻസ്, അല്ല പ്ലേറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് D എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് എന്താക്കി? പകുതിയാക്കി. അപ്പോൾ C2 സെക്കൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ ε0 A/ നമുക്ക് എന്താണ്? A മാറ്റുന്നില്ല, D എന്താക്കി? D/ എന്താക്കി? 2 ആക്കി. 2 ചാടി അവിടെ കയറും, മുകളിൽ കയറും. ദെൻ C2 = 2 ഇൻറ്റു എന്താണ്? ε0 എന്താണ്? A/D എന്ന് കിട്ടുകയും, ε0 A/D എന്ന് വെച്ചാൽ C1 അല്ലേ. ദെൻ C2 = 2 ഇൻറ്റു എന്താണ്? C1. അപ്പോൾ ഒന്നാമത്തെ ആൻസർ 2 ടൈംസ് ഓഫ് എന്താണ്? ഇനിഷ്യൽ കപ്പാസിറ്റൻസ്. അതായത് അതെന്ത് ചെയ്യും? 2 മടങ്ങായിട്ട് വലുതാവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പാത്ത് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിങ് പാരലൽ ടു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എങ്ങനെ എൻ്റർ ചെയ്യുന്നു? പാരലായിട്ട് എൻ്റർ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പാത്ത് എന്തായിരിക്കും? പല കൂട്ടുകാരും സർക്കുലർ പാത്ത് എഴുതി വെച്ചിട്ട് തെറ്റാണ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം ലോറൻസ് ഫോഴ്സ് പ്രകാരം F = QVB എന്താണ്? സൈൻ തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. പറഞ്ഞാൽ പാരലായിട്ടാണ് വരുന്നത്. എങ്കിൽ F = എന്തായിരിക്കും? F = 0 ആണ്. F = 0 ആണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആണെങ്കിൽ ആ വരുന്ന പാത്തിന് എന്തുണ്ടാകത്തില്ല? ചേഞ്ച് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഇതിലേക്കൂടെ പോകും. ആ വന്ന സ്ട്രെയിറ്റ് ലൈനിലൂടെ എന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ്. അതായത് ഒരു കോയിലിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 1 ഹെൻറി തന്നിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് ഇൻക്രീസ്ഡ് ഫ്രം 4 to 5. 4 നിന്നും 5 ആമ്പിയറിലോട്ട് കറണ്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അത് ഇൻക്രീസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 1 millisecond ആണ്. വാട്ട് ആവറേജ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ അതർ കോയിൽ. എങ്കിൽ അടുത്ത കോയിലുണ്ടായ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നമുക്കറിയാം EMFൻ്റെ ഇക്വേഷൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ പഠിക്കുന്നതാണ്. E = എന്താണ്? M × DI/ എന്താണ്? DT ആണ്. ഇവിടെ M തന്നിട്ടുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്ര തന്നിരിക്കുന്നത്? 1 ഹെൻറി തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ കറണ്ട് എത്ര തന്നിരിക്കുന്നത്? 4 to 5 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് എന്താണ്? 1 ആമ്പിയർ ആണ്. ടൈം നമുക്കറിയാം എത്ര തന്നിരിക്കുന്നത്? 1 millisecond ആണ്. മില്ലിസെക്കൻഡിന് സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 10⁻³ വരും. ഈ 10⁻³ മുകളിൽ കയറുമ്പോൾ 10⁻³ ദാറ്റ് മീൻസ് എന്താണ്? 10⁻³ എന്ന് വെച്ചാൽ എന്താണ്? 1, 2, 3 വോൾട്ട്. അതായത് 1000 വോൾട്ട് ആയിരിക്കും സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ മേ ബി ഒബ്സർവ്ഡ് ഇഫ്. നമുക്കറിയാം ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ നടക്കുന്നത് എവിടെയാണ്? റേ എവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഡെൻസർ മീഡിയത്തിൽ നിന്നും എങ്ങോട്ട് പോകണം? റെയറർ മീഡിയത്തിലോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ റേ ട്രാവലിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഇനി അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബർ മേക്സ് യൂസ് ഓഫ് ദി ഫിനോമിന ഓഫ്. ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫിനോമിന ഏതാണ്? അത് മുമ്പത്തെ ക്വസ്റ്റ്യൻ അത് തന്നെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ ആണ് എന്ത്? ഒപ്റ്റിക്കൽ ഫൈബർ. അത് യൂസ് ചെയ്യുന്നത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു കൊള്ളാം. അതെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻ തോംസ് മോഡൽ ഈസ് ഡാഷ് ദ സൈസ് ഇൻ റുദർഫോർഡ് മോഡൽ. അത് കുറച്ച് ലോജിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. പല കൂട്ടുകാരും അതിൻ്റെ ആൻസർ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളത് കാണാത്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതിന് പല ആൾക്കാരും അതിൻ്റെ ആൻസർ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആറാമത്തെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, തോംസൺ ആണെങ്കിലും ശരി, അതുപോലെ റുദർഫോർഡ് ആണെങ്കിലും ശരി, ആറ്റത്തിൻ്റെ സൈസ് എന്താണ്? നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ആയിരിക്കും. നോട്ട് ഡിഫറെൻറ്റ്. അതിൻ്റെ സൈസിൽ എന്തില്ല? മാറ്റമൊന്നും കാണത്തില്ല. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പല കൂട്ടുകാരും എന്താണ് വലുതെന്നോ ചെറുതെന്നോ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം റുദർഫോർഡും തോംസണും 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ ആരെയാണ്? ന്യൂക്ലിയസിനെ കുറിച്ചും പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും പറ്റി പറഞ്ഞായിരുന്നു. 2 പേരും പറഞ്ഞായിരുന്നു. പക്ഷേ അവർ അറേഞ്ച് ചെയ്ത അറേഞ്ച്മെൻറ്റ് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ.
അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത ആരാണ്? റുദർഫോർഡും മറ്റ് തോംസണ് ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചു. നമുക്കറിയാവുന്നതാണ് പ്ലെയിൻ ബോഡി മോഡലിലുള്ള തെറ്റുകൾ. അത് പരിഹരിച്ചുകൊണ്ടാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ നമ്മൾ ഇറക്കിയത്. അപ്പോൾ രണ്ടിൻ്റെ സൈസ് എന്തില്ല, നോ ഡിഫറൻസ് ഫ്രം ആണ്, മാറ്റമൊന്നും ഉണ്ടാവില്ല. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 15ാമത്തെ ക്വസ്റ്റ്യൻ വരെ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അവിടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നു. ഓക്കെ, നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനോട്ട് പോവാം. ദ പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് പി, അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഡൈപോൾ മൊമെൻറ്റ് പി ആണ്, ഈസ് പ്ലേസ്ഡ് എ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് as shown in the figure. ആ ഫിഗറിൽ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ്രോ ചെയ്തിട്ട് ഷോ ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ചാർജസ്. ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രദ്ധിച്ചാൽ അതെങ്ങനെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്ന് എന്ത് ചെയ്യാം, റീഡ്രോ ചെയ്യാം. ഇവിടെ എന്തായിരുന്നത്, മൈനസ് ക്യൂ, ഇവിടെ എന്തായിരുന്നത് പ്ലസ് ക്യൂ. ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരക്കുന്നത്, അത് കുഴപ്പമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് എങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഒരു ലോജിക്കൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് പോസിറ്റീവിൽ നിന്നും എങ്ങോട്ടേക്കാണ് പോകുന്നത്, നെഗറ്റീവിലോട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, പോസിറ്റീവ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. ഈ ഫോഴ്സ് നമുക്കറിയാം എന്താണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, QE ആയിരിക്കും. ഇതാണ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, താഴോട്ടായിരിക്കും. ഇനി ഇവിടെ ആണെങ്കിലും ഇത് പോസിറ്റീവും ഇതെന്താണ് നെഗറ്റീവ് അല്ലേ, നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ എന്തായിരിക്കും, അട്രാക്ഷൻ അല്ലേ, അങ്ങോട്ടേക്കായിരിക്കും ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇതും ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും, Q ഇൻറ്റു എന്ത് തന്നെയായിരിക്കും, ഈ തന്നെയായിരിക്കും. ഡയറക്ഷനാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പല കൂട്ടുകാർക്കും തെറ്റിപ്പോയതെന്ന് വെച്ചാൽ എന്താണ്, പല കൂട്ടുകാരും അവർ പഠിച്ചിരിക്കുന്ന ഫിഗർ അനുസരിച്ച് എന്ത് ചെയ്തു, വരച്ചു വെച്ചു. ചിലപ്പോൾ അതെന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നോക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരുന്നത്, ഇവിടെ എന്ത് വരും, പോസിറ്റീവ് വരും, ഇവിടെ എന്ത് വരും, നെഗറ്റീവ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഫോഴ്സ് അങ്ങോട്ടേക്ക്, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ചിലപ്പോൾ അതിന് മാർക്ക് കിട്ടാൻ എന്തുണ്ട്, സാധ്യതയുണ്ട്. ഓക്കെ, എന്നാലും ഇതിൻ്റെ ആൻസർ ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ല, അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ടോർക്ക് ആക്ടിങ് ഓൺ ദിസ് ഡൈപോൾ ഇൻ വെക്ടർ ഫോം. ടോർക്ക് ഇൻഡിക്കേഷൻ വെക്ടർ ഫോമിൽ എഴുതും. നമുക്കറിയാം ഇതിനകത്ത് ടോർക്കിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തു വരുമ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ കിട്ടുന്നത് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് എന്താണ്, ഇ ആണ്. പി ക്രോസ് ഇ അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റ ഇൻറ്റു എന്താണ്, എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ പിക്കും ഇലക്ട്രിക് ഫീൽഡിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടർ എങ്ങോട്ട് വരും, പുറത്തോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഈ സാധനം, പി ക്രോസ് ഇ. ഓക്കെ, പി ക്രോസ് എങ്ങോട്ടാണ്, ഇ. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആംബിയേഴ്സ് തിയറം ഹെൽപ് ടു ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ റീജിയൻ അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. നമുക്ക് എല്ലാവർക്കും ആംബിയർ സർക്കിൾ തിയറം എന്തിനുണ്ട്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടുപിടിക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ആംബിയർ തിയറം. ആംബിയർ തിയറിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ദ ലൈൻ ഇൻ്റഗ്രൽ എന്താണ്, ബി ഡോട്ട് എന്ത് വരും, ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു എന്താണ്, ഐ. ഇതാണ് ആംബിയൻ സർക്കിൾ തിയറത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിനൊരു മാർക്കായിരുന്നു. ആൻഡ് ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഓക്കെ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ആ ഡിസ്റ്റൻസും തമ്മിലുള്ള എന്തെഴുതിയ ഒരു ഗ്രാഫ് എന്ത് ചെയ്യുക, വരക്കാനാണ്. അപ്പോൾ നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ അറിയണം. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ ആംബിയൻ സർക്കിൾ തിയറം വെച്ച് ചെയ്യുന്നതാണ്. എന്താണ് ഇക്വേഷൻ, ബി ഈക്വൽ ടു മ്യൂ0 ഐ ഡിവൈഡഡ് ബൈ എന്താണ് 2π × r ആണ്. ഇവിടെ മ്യൂ0യും ഐയും ഒക്കെ എന്താ, കോൺസ്റ്റൻ്റ് ആണ്. ഇതെല്ലാം കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് പറയാം ബി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്, ആറാണ്. ആര് നമ്മളുടെ ഗ്രാഫാണ് വരക്കേണ്ടത് ഡ്രോ എ ഗ്രാഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ദി ഡിസ്റ്റൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ബിയും ആറും നമ്മളുടെ ഗ്രാഫാണ് വരക്കേണ്ടത്. ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്താണ്, ആറാണ്. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. എങ്ങനെയായിരിക്കും ആ ഗ്രാഫ് കിട്ടുന്നത്. നമുക്ക് തൽക്കാലം ഇവിടെ ആറെന്ന് വിളിക്കാം, ഇവിടെ എന്ത് വിളിക്കാം, ബി എന്ന് വിളിക്കാം. r0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ഇൻഫിനിറ്റി. അപ്പോൾ r0 പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് പോകും, ഇൻഫിനിറ്റ് പോകും. അല്ലെങ്കിൽ നമുക്കറിയാം ഇത് എന്തിൻ്റെ ഗ്രാഫ് എടുത്തുകൊണ്ട് y ഈസ് ഈക്വൽ ടു
1 എന്താണ് എക്സ്, ആ ഗ്രാഫ് നമുക്കറിയാം മാക്സിൽ റിലേഷനകത്ത് നമ്മൾ പഠിക്കുന്നില്ലേ, റിലേഷൻ ഫംഗ്ഷനകത്ത് ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഇത് ഈ ഒരു ഷേപ്പിലായിരിക്കും എന്ത് കിട്ടുന്നത്, നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 8ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. The magnetized needle in a uniform magnetic field experienced torque but no net force. An iron nail near a bar magnet, however, experienced a force of attraction in addition to the torque. Why? അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് നീഡിലിനെ, അതായത് ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ നമ്മൾ എവിടെ കൊണ്ടുപോകുന്ന ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് നമുക്കറിയാം അതിനകത്ത് എന്ത് ആക്ട് ചെയ്യും, ടോർക്ക് ആക്ട് ചെയ്യും, നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. പക്ഷേ ഒരു നീഡിലിനെ ഒരു അയൺ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പി കഷ്ണത്തിന് എവിടെ കൊണ്ടുപോകുന്നു, നമ്മുടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ അവർ പറയുന്നത് എന്താണ്, ടോർക്കിന് പുറമെ എന്തും ഉണ്ടാവുമെന്നാണ് പറയുന്നത്, ഫോഴ്സും ഉണ്ടാവും. എന്താണ് ഇതിൻ്റെ കാരണം? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു അയണിനെയാണ് അവിടെ കൊണ്ട് വെക്കുന്നതെങ്കിൽ ആ നെയിൽ അയണിനെയാണ് നമ്മൾ വെക്കുന്നത്, അവിടെ അയൺ നെയിലിനെ കൊണ്ട് വെക്കുന്നത്. അതായത് ഒരു നെയിൽ ഒരു നമ്മുടെ ഒരു മുട്ട് സൂചിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആണിയോ നമ്മളവിടെ കൊണ്ടുവെക്കുന്നു. എവിടെ കൊണ്ടുവെക്കുന്നു? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുന്നു. നമുക്കറിയാം ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കാൻ നേരത്ത് ആ നെയിലിൻ്റെ അകത്ത് എന്ത് ഇൻഡ്യൂസ് ചെയ്യും, ഒരു മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. അതൊരു മാഗ്നറ്റായിട്ട് എന്ത് ചെയ്യും, മാറും. പക്ഷേ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കത്തില്ല, നോൺ യൂണിഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ടോർക്കും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ നെറ്റ് ഫോഴ്സും എന്ത് ചെയ്യും, ആക്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ ഫീൽഡ് ഓഫ് എ ബാർ മാഗ്നറ്റ് ഓഫ് ലെങ്ത് 5 cm അറ്റ് എ ഡിസ്റ്റൻസ് 50 cm ഫ്രം ഇറ്റ്സ് മിഡ് പോയിൻറ്റ്? ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദി ബാർ മാഗ്നറ്റ് ഈസ് എന്താണ് കണ്ടുപിടിക്കണം. അതായത് നമുക്കറിയാം ഡൈപോളിൻ്റെ കേസിൽ, ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ ആക്സിയലിലെയും അതുപോലെ തന്നെ ഇക്വറ്റോറിയലിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാമെന്നല്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഡൈപോളിന് പകരം, ഇലക്ട്രിക് ഡൈപോളിന് പകരം മാഗ്നറ്റിക് ഡൈപോളിനെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഡൈപോളിന് എന്തൊക്കെയുണ്ട്, ഒരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. ഇതിനെവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ കണ്ടുപിടിക്കേണ്ടത്, മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. എവിടേക്കാണ്? ഇക്വറ്റോറിയൽ, അതുപോലെ തന്നെ ആക്സിയൽ, അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ. ഇതാണ് ഇക്വറ്റോറിയൽ കേട്ടോ. ഈ ഇക്വറ്റോറിയലും ഈ ആക്സിയലും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് 50 cm ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര സെൻറ്റിമീറ്റർ ആണ്, 50 cm. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെയാണ് വന്നിരിക്കുന്നത്, 50 cm. അപ്പോൾ നമുക്ക് ഓരോയിടത്ത് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, E = ആക്സിയലാണെങ്കിൽ അല്ലെങ്കിൽ ഇക്വറ്റോറിയലാണെങ്കിൽ എന്താ കിട്ടുന്നത്, 1/4π എന്താണ്, ε0, 1/4π ε0 P/ എന്താ കിട്ടുന്നത്, r³ എന്നല്ലേ കിട്ടുന്നത്. ഇതിനെങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റാം, Eക്ക് വരും ഇവിടെ എന്ത് വരും, മാഗ്നറ്റിക് ഫീൽഡ് B വരും. B = 1/4π ε0 വരെ നമുക്കറിയാം മാഗ്നറ്റിക്സിനകത്ത് എന്താ വരുന്നത്, μ0 എന്താണ് 4π ആണ് വരുന്നത്. Pക്ക് വരും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് M, അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇൻറ്റു എന്താണ്, ഡിവൈഡ് ബൈ എന്താണ്, r³. അപ്പോൾ നമുക്ക് അറിയാം μ0/4πയുടെ വാല്യൂ എത്രയാണ്, 10⁻⁻⁷ എന്താണ് 7 ആണെന്ന് നമുക്കറിയാം. ഇനി M ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. M എത്ര തന്നിരിക്കുന്നു നോക്കിയേ, M തന്നിരിക്കുന്നത് 0.40 ആംപിയർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. SI യൂണിറ്റിലാണ്, ഇപ്പോൾ കൺവെർഷൻ ഒന്നും വേണ്ട. M തന്നിട്ടുണ്ട്. ഇനി R എന്ന് പറയുന്നത് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എത്ര ആണെന്നെങ്കിൽ 50 cm അല്ലേ, ദാറ്റ് മീൻസ് 0.5 എന്താണ് മീറ്റർ. ഇതിട്ട് കൊടുത്താൽ എന്തായി, നമുക്ക് ആൻസറായി. ഇൻറ്റു എന്താണ് 0.40 ഡിവൈഡ് ബൈ എന്താണ് 0.5. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് കിട്ടും നോക്കിയേ, 10⁻⁻⁷ ഇൻറ്റു 0.40 ഡിവൈഡഡ് ബൈ 0.5. ആൻസർ നമുക്ക് എന്ത് കിട്ടും, 8 × 10⁻⁻8 എന്ത് കിട്ടും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ്, ടെസ്റ്റിലാണ്. അപ്പോൾ T എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ആൻസർ. ഓക്കെ, ഒരു തെറ്റുണ്ട്. 0.5ൻ്റെ എന്താ എടുക്കേണ്ടത്, സ്ക്വയർ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കവിടെ തെറ്റ് പറ്റി. 0.5ൻ്റെ നമുക്ക് എന്തെടുക്കണം, സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആൻസർ മാറും. ആൻസർ കിട്ടുന്നതല്ല 1.6 × 10⁻⁻7 എന്ത് കിട്ടും, നമുക്ക് ടെസ്ല എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. ഇത് എവിടുത്തെയാണ്,
ഇത് ഇക്വറ്റോറിയലാണ്. ഇനി നമുക്കറിയാം ആക്സിയലിൽ നമുക്കറിയാം 2 ടൈംസ് ഓഫ് ഇക്വറ്റോറിയൽ അല്ല. അപ്പോൾ ബി ഈക്വൽ ടു അപ്പോൾ ബി ഇക്വറ്റോറിയൽ കിട്ടിയത്. ഇനി ബി ആക്സിയൽ എന്തായിരിക്കും? ബി ആക്സിയൽ എന്ന് വെച്ചാൽ 2 ടൈംസ് ഓഫ് എന്താണ്? ബി ഇക്വറ്റോറിയലാണ്. അപ്പോൾ 2 ടൈംസ് ഓഫ് ബി ഇക്വറ്റോറിയൽ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁷. ആൻഡ് ആൻസർ 3.2 ഇൻറ്റു 10⁻⁷ ടെസ്റ്റിലാന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ അല്പം ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മജീഷ്യൻ അദ്ദേഹത്തിൻ്റെ മാജിക് ഷോയിൽ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ്സിനെ എടുത്ത് ഒരു എവിടെ മുക്കി വെച്ചു? ഒരു ലിക്വിഡിനകത്ത് എന്ത് ചെയ്തു? മുക്കി വെച്ചു. വിത്ത് n = 1.7. അതായത് ആ ലെൻസിൻ്റെ ഗ്ലാസ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.47 ആണ്. അത് മുക്കി വെച്ചപ്പോഴത്തേക്ക് അതെന്താ ചെയ്തു? ഡിസപ്പിയർ ആയി, അത് കാണാതായി. അത് ആ ഒരു ലിക്വിഡിനകത്തോട്ട് ഒരു ഗ്ലാസ് എടുത്ത് മുക്കി വെച്ചപ്പോഴത്തേക്കും ഗ്ലാസ്സിന് എന്തായി? കാണാതായി, അല്ലെങ്കിൽ ആ ലെൻസിനെ കാണാതായി. എങ്കിൽ വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ലിക്വിഡ്? എങ്കിൽ ലിക്വിഡിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ആ ഒരു ലിക്വിഡിനകത്തോട്ട് ആ ഗ്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആ ലെൻസിനെ നമ്മൾ മുക്കി വെച്ചപ്പോൾ ലെൻസിനെ കാണാതാകാൻ കാരണം ലെൻസിൻ്റെയും ആ ലിക്വിഡിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? സെയിം ആയതുകൊണ്ടാണ്. ആ ലെൻസിൻ്റെയും ആ ലിക്വിഡിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയതുകൊണ്ടാണ് കാണാതായത്. എങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1.47 തന്നെയായിരിക്കും ലിക്വിഡിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? 1.47 ആയിരിക്കും. കുഡ് ദ ലിക്വിഡ് ബി വാട്ടർ? അതാ ലിക്വിഡ് വാട്ടർ ആകുമോ? വാട്ടർ ആകാൻ സാധ്യത കുറവാണ്. കാരണം വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏകദേശം 1.3 സംതിങ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന 1.47 ആയതുകൊണ്ട് തന്നെ അത് വാട്ടർ ആകാൻ സാധ്യതയില്ല. ഓക്കെ, ഇനി അടുത്തത് explain why the bluish color predominate in a clear sky. ഒരു സ്കൈയിൽ നമുക്കറിയാം, നമ്മൾ ആകാശം നോക്കുമ്പോൾ എന്ത് നിറത്തിലാണ് കാണപ്പെടുന്നത്? നീല നിറത്തിലല്ലേ. എന്തുകൊണ്ടാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കാറ്ററിങ് ആണ്. അപ്പോൾ സ്കാറ്ററിംഗ് എന്ന് മാത്രം ചോദിച്ചാൽ മാർക്ക് കിട്ടുമോ? ഇല്ല, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ആ റെയ്ലി ലോ ഓഫ് സ്കാറ്ററിംഗ്, അല്ലെങ്കിൽ റെയ്ലി ലോ ഓഫ് എന്താണ്? സ്കാറ്ററിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. നമുക്കറിയാം ലോ വേവ് ലെങ്ത് റീജിയനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? സ്കാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂയിഷ് റീജിയനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? സ്കാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് ഏത് നിറത്തിൽ കാണാൻ പറ്റുന്നത്? ബ്ലൂ കളറിൽ കാണാൻ കഴിയുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, അതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 1ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്ന ന്യൂക്ലിയർ ഫിഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, ആ ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷനും വന്നിരിക്കുന്നത് നമ്മുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൻ്റെ ഒരു കർവ് ഉണ്ട്. നിങ്ങൾ ന്യൂക്ലിയസിൽ പഠിക്കുന്നതാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി അതൊന്നെങ്കിൽ ന്യൂക്ലിയർ ഫിഷനോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷനോ എന്താകും? വിധേയമാകും. അപ്പോൾ നമുക്കറിയാം, ലോവർ അറ്റോമിക് മാസ് ഉള്ളതും ഹയർ അറ്റോമിക് മാസ് ഉള്ളതുമായ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ ലോവർ മാസുള്ള ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി എന്തിലേർപ്പെടും? ഫ്യൂഷൻ ഏർപ്പെടുകയും ഹയർ അറ്റോമിക് മാസ് ഉള്ളത് എന്തിനേർപ്പെടും? ന്യൂക്ലിയർ ഫിഷൻ എന്ത് ചെയ്യും? ഏർപ്പെടും. അപ്പോൾ ലോവർ അറ്റോമിക്, അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ ആരാണ് ഏർപ്പെടുന്നത്? ന്യൂക്ലിയർ ഫിഷൻ നമുക്കറിയാം ഹയർ അറ്റോമിക് മാസ് ഉള്ളതാണ്. അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്? ഹയർ അറ്റോമിക് നമ്പർ. അതെ, ഹയർ അറ്റോമിക് നമ്പർ ഉള്ളതാണ് എന്തിൽ വരുന്നത്? ന്യൂക്ലിയർ ഫിഷൻ ഏർപ്പെടുന്നത്. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെങ്കിലോ നമുക്കറിയാം ലോവർ അറ്റോമിക് നമ്പർ ഉള്ളതാണ്. ഞാൻ അറ്റോമിക് നമ്പർ അല്ല പറഞ്ഞത്, ഞാൻ മാസ് നമ്പറാണ് പറഞ്ഞത്. സോറി, ക്ഷമിക്കുക. അറ്റോമിക് നമ്പർ, മാസ് നമ്പറല്ല, അറ്റോമിക് നമ്പറാണ്. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ട്രാൻസിഷൻ ബിറ്റ്വീൻ അറ്റോമിക് എനർജി ലെവൽസ്. ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ എന്താണ്? അറ്റോമിക് എനർജി ലെവൽസ്. നമുക്കറിയാം എന്താണ്? ഹൈഡ്രജൻ സ്പെക്ട്രം. അതിനകത്തല്ലേ ഓരോ ലെവലിൽ നിന്നുള്ള ട്രാൻസ്മിഷനിൽ നിന്ന് അവിടെ ഒരു സ്പെക്ട്രം നമ്മൾ രൂപീകരിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഹൈഡ്രജൻ സ്പെക്ട്രം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ എമിഷൻ ഫ്രം ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ഏത് എമിഷനിലാണ് ഇലക്ട്രോൺ പുറത്തു വരുന്നത്? നമുക്ക് എല്ലാവർക്കും ബീറ്റ ഡിക്കയിലാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? പുറത്തു വരുന്നത്. നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, നമുക്കൊരു 3 ഫിഗർ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന ഐഡൻറ്റിഫൈ ദ റെക്ടിഫയർ ഡയോഡ് ഫ്രം ദി ഫിഗർ. നമുക്കറിയാം റെക്ടിഫയർ ഡയോഡായിട്ട് ഉപയോഗിക്കുന്നത് 1ാമത്തെ ആളെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റെക്ടിഫയർ ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം റെക്ടിഫയർ നമ്മൾ പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടായിരുന്നോ? നമ്മൾ വരച്ചത് 2ാമത്തെ 3ാമത്തെ ആണോ? 2ാമത്തെ എന്താണ്? LED ആണ്. 3ാമത്തെ എന്താണ്? സെനഡയോഡാണ്. സെനഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. LED എന്താണ്? ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ഡയോഡാണ്. പിന്നെ ആരെയാണ് നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്? റെക്ടിഫയർ യൂസ് ചെയ്യുന്നത് 1ാമത്തെ ആ ഡയോഡിനെയാണ്. അപ്പോൾ ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഫോർവേഡ് ബയാസ്ഡ് റെക്ടിഫയർ ഡയോഡ് ബൈ യൂസിങ് എ ബാറ്ററി. ഒരു ബാറ്ററി ഉപയോഗിച്ച് ഫോർവേഡ് ബയാസിങ് വരക്കുക. അല്ല, റെക്ടിഫയർ വരക്കാനല്ല ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ബാറ്ററി
ഒരു ബാറ്ററി ഉപയോഗിച്ച് എന്തായാലും നമുക്ക് റെക്ടിഫയർ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഓൾറെഡി ബാറ്ററിയുടെ കറണ്ട് എന്താണ് റെക്ടിഫൈ ചെയ്ത് കറണ്ടാണ് വരുന്നത് അല്ലേ. ഓക്കെ, ഫോർവേഡ് ബയാസിന് ഈ സാധനത്തിന് ഫോർവേഡ് ബയാസ് വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലടാ. ഇതുപോലത്തെ വളരെ സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ആവറേജ് നിൽക്കുന്ന കുട്ടികൾക്ക് സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. എബോ ആവറേജ് നിൽക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ടഫായിരുന്നു. ഞാൻ ടഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ടഫ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ അവർ കേൾക്കാത്ത ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ഓർ ക്വസ്റ്റ്യൻ ഉള്ളതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, A+ വാങ്ങിക്കാനും ഫുള്ള് വാങ്ങിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്. നമുക്കറിയാം P എടുത്ത് പോസിറ്റീവിലും N എടുത്ത് നെഗറ്റീവിലും കണ്ട് ചെയ്യാം. അപ്പോൾ ആ 14ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെയിംസ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് മോഡ്സ് ഇൻ A, B ആൻഡ് C. A, B, C നമുക്ക് എല്ലാവർക്കും അറിയാം. A എന്ന് പറയുന്നത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, B എന്ന് പറയുന്നത് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, C എന്ന് പറയുന്നത് എന്താണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. ഇനി വൈ ദ ട്രാൻസ്മിഷൻ ഓഫ് TV സിഗ്നൽ വയാ സ്കൈ വേവ് ഈസ് നോട്ട് പോസിബിൾ. സ്കൈ വേവ് നമ്മൾ ഉപയോഗിക്കത്തില്ല. എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ TV ട്രാൻസ്മിഷന് വേണ്ടി. കാരണം നമുക്കറിയാം TV ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് ഉപയോഗിക്കുന്നത്. TV സിഗ്നൽ ട്രാൻസ്മിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ നമുക്ക് സ്കൈ വേവിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയില്ല, അത് പെനിട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഉപയോഗിക്കുന്നുകൊണ്ടാണ് നമ്മൾ TV ട്രാൻസ്മിഷൻ എന്തുപയോഗിക്കാത്തത് സ്കൈ വേവിനെ നമ്മൾ എടുക്കാത്തത്. പകരം നമ്മളവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഏത് വേവ് ഉപയോഗിക്കുന്നത്, ഏത് പ്രൊപ്പഗേഷനാണ് ഉപയോഗിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ഗോഷ്യൻ സർഫസ്. ആ ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ നിന്ന് നിങ്ങൾ എന്ത് വരക്കുക, P എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ഗോഷ്യൻ സർഫസ് വരക്കുക. നമുക്കറിയാം ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷന് വരുന്നൊരു ക്വസ്റ്റ്യനാണത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഫിഗർ അതുപോലെ വരയ്ക്കുക. പോസിറ്റീവ് ചാർജ് ഉണ്ട് അതിനകത്ത്, കണ്ടക്ടറിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട്. P എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. നിങ്ങളിവിടെ എന്ത് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കുക. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ എന്ത് ചെയ്തു, ഡ്രോ ചെയ്തു. ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ വരച്ചു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഡ്രോ എ ഗോഷ്യൻ സർഫസ് ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്. നമുക്കറിയാം ഈ പോയിന്റ്, നമുക്കറിയാം ഈ ഇതിൽ നിന്ന് എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നു, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്, ഇതല്ല ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ P എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങോട്ട് തന്നെ ആയിരിക്കും, പുറത്തോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇതൊന്നും വരച്ചിട്ട് കുഴപ്പമില്ല. P എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രം എന്ത് വരച്ചാൽ മതി, ഇലക്ട്രിക് ഫീൽഡ് വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, കാരണം എന്താണ് ശരിയായിട്ടുള്ള ഫിഗർ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഗോസസ് തിരഞ്ഞെടുത്ത് പഠിച്ചാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്. ഡെറിവേഷൻ കണ്ടോ, ഒരു ഡെറിവേഷൻ ചോദിച്ചു. അത് ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഡെറിവേഷൻ വെറും 1 മാർക്കിന്. നമുക്കറിയാം ഗോസസ് തിയറി ഉപയോഗിച്ച് ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ദ സർഫസ് ഇൻ്റഗ്രൽ എന്താണ്, സർഫസ് ഇൻ്റഗ്രൽ എന്താണ്, E ഡോട്ട് എന്താണ് ds ഈസ് ഈക്വൽ ടു 1/ε0 × Q ആണ്. ഇവിടെ നമുക്ക് ഈനെ പുറത്തെടുക്കാം. ഡോട്ട് ds എന്ന് പറയുമ്പോൾ തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ds എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ സർക്കംഫറൻസ് ആണ്. എന്തിൻ്റെയാണ്, കർവ്ഡ് സർഫസ് ഏരിയ. എന്താണ് കർവ്ഡ് സർഫസ് ഏരിയ, 2π എന്താണ്, 2π r ഇൻറ്റു എന്താണ് L ആണ് കർവ്ഡ് സർഫസ് ഏരിയ. ഈക്വൽ ടു എന്താണ് 1/ε0 Q എന്ന് വെച്ചാൽ എന്താണ്, ഇതിനകത്ത് ഉള്ള ടോട്ടൽ ചാർജ് ആണ്. ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്, ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ ലാംഡ ഈക്വൽ നമുക്കറിയാം Q/, എന്താണ് L ആണ്. ദെൻ Q ഈക്വൽ ടു എന്താണ് ലാംഡ ഇൻറ്റു L ആണ്. ലാംഡ ഇൻറ്റു L ഇട്ട് കൊടുക്കുക, L വെട്ടിക്കളയുക. ദെൻ ഈ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്, 1/ε0 ലാംഡ ഉണ്ടല്ലേ, 1/ε0 ലാംഡ ഡിവൈഡ് ബൈ എന്താണ് 2π എന്താണ് r എന്ന് കിട്ടും. ഇതാണ് ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന P എന്ന് പറയുന്ന പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അത് 1 മാർക്കിനെ ചോദിച്ചത്. അത് തിരിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കും, രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കും. അതായത് കുറച്ചുകൂടി ബെറ്റർ. എനിക്കൊന്നും അവർക്ക് മാറിപ്പോയത് വല്ല ആയിരിക്കാം. അങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഡെറിവേഷൻ 2 മാർക്കും മറ്റൊരു 1 മാർക്കുമാണ്. ഓക്കെ, ഇനി 3 റെസിസ്റ്റർ തന്നിട്ടുണ്ട്. 3 റെസിസ്റ്ററിനെ 2 കോമ്പിനേഷൻ കണക്ട് ചെയ്തിരിക്കുന്നു, പാരലായിട്ടും. രണ്ടാമത്തെ എന്താണ്, സീരീസ് ആയിട്ടാണ്. ഐഡൻറ്റിഫൈ ചെയ്ത സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ഒന്നാമത്തെ പാരലൽ, രണ്ടാമത്തെ എന്തായിരിക്കും, സീരീസ് ആയിരിക്കും. നമുക്കറിയാവുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ. നമ്മൾ 18 മാർക്ക് മേടിക്കാൻ വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം അല്പം ലോജിക് ഉള്ളതിന് എന്ത് ചെയ്യാൻ പറ്റും, 18 മാർക്ക്. അത്യാവശ്യം പാഠമായിട്ട് ബന്ധമുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റും, 18 മാർക്ക് മേടിക്കാൻ പറ്റിയാണ്. ഇനി ബി, വിച്ച് കോമ്പിനേഷൻ ഹാസ് ലോവസ്റ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം പാരലലിനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി അറൈവ് അറ്റ് ദി എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ. ഒരു പാരലൽ കോമ്പിനേഷനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഡെറിവേഷൻ എന്ത് ചെയ്യുക, എഴുതുക. അത് നമുക്കറിയാവുന്നതാണ്. പാരലൽ കോമ്പിനേഷനകത്ത്
എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ നമുക്കറിയാം. പാരലാണെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ വരുന്ന കറണ്ട് ഐ ആണ്. ഐ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഇവിടുത്തെ റെസിസ്റ്റൻസ് R1 R2 എന്താണ് R3 എങ്കിൽ ഐ ഈക്വൽ ടു നമുക്ക് പറഞ്ഞുകൂടെ I1 പ്ലസ് I2 പ്ലസ് എന്താണ് I3 ആണ്. ഐ ഈക്വൽ ടു എന്താണ് V ബൈ എന്താണ് R ആണ്. ദെൻ I1 ഈക്വൽ ടു എന്താണ് V1 ബൈ എന്താണ് R1 ആണ്. പ്ലസ് എന്താണ് V2 ബൈ എന്താണ് R2 ആണ്. പ്ലസ് എന്താണ് V3 ബൈ എന്താണ് R3 ആണ്. നമുക്കറിയാം പാരലാണെങ്കിൽ വോൾട്ടേജ് എല്ലാം എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ 1/R ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇതാണ് പാരലിനകത്ത്. ഇനി സീരീസ് ആണെങ്കിലും ഇതുപോലെ തന്നെ അവിടെ കറണ്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും, വോൾട്ടേജ് എന്തായിരിക്കും ഡിഫറൻറ്റ്. അപ്പോൾ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 അങ്ങനെ എഴുതിയാൽ മതി. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്, ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സിന് മാഗ്നറ്റിക് ഫ്ലെക്സിന് വേരിയേഷൻ ഉണ്ടാകുന്ന നേരത്ത് ആ കോയിലിനകത്ത് നിന്നുണ്ടാകും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. പിന്നെ പറയുക മാഗ്നറ്റിക് ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ് ഇൻ ദ കോയിൽ. നമുക്കറിയാവുന്ന ഒരു ലോ ആണ്. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും വേണം നമുക്ക്. സെക്കൻഡ് ലോ പറയുന്നതാണ് the induced EMF is directly proportional to rate of change of എന്താണ് magnetic flux E equal to d phi by എന്താണ് dt. Then അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, how does the magnetic energy stored in an inductor and electrostatic energy stored in a capacitor related to their respective ഫീൽഡ് സ്ട്രെങ്ത്. ആ ഫീൽഡ് സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതേണ്ടത്. ഇത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് പഠിക്കുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ട്. എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന എനർജി പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി പെർ എന്താണ് യൂണിറ്റ് വോളിയം നമുക്കറിയാവുന്നതാണ്. അതിനെ നമുക്ക് UE എന്ന് വിളിക്കുകയാണ്. അപ്പോൾ UE എന്ന് വെച്ചാൽ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി പെർ എന്താണ് യൂണിറ്റ് വോളിയം. അത് നമുക്കറിയാം. ഇക്വേഷൻ എന്താണ്, 1/2 എക്സിലോൺ 0 E² എന്ന് കിട്ടും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലോ എന്തായിരിക്കും വരുന്നത്, 1/2 എക്സിലോൺ 0ക്ക് വരുന്നതാണ് 1 എന്താണ് μ0. E ആണെങ്കിൽ ഇവിടെ എന്ത് വരും, B². ഇതാണ് എന്തുമായിട്ട് റിലേഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡും എനർജിയുമായിട്ടുള്ള അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് എനർജി ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, ഇത് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഇത് എന്താണ്, എനർജി പെർ എന്താണ് യൂണിറ്റ് വോളിയമാണ്. ഇനി എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി എനർജിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന എനർജി ആണെങ്കിൽ എന്തായിരിക്കും, 1/എക്സിലോൺ 0 E² ഇൻറ്റു എന്താണ് വോളിയം. ഇവിടെ എന്തായിരിക്കും വരുന്നത്, B = എന്താ വരുന്നത്, 1/2 ഇൻറ്റു μ0. ഇവിടെ എക്സിലോൺ 0 മുകളിലാണ് വരുന്നത് അല്ലേ. ഓക്കെ, 1/2 ഇൻറ്റു B² ഇൻറ്റു എന്താണ് വോളിയം. പൊട്ടൻഷ്യൽ വോളിയമാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന എനർജി. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന എനർജി ഇൻ ടേംസ് ഓഫ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണിത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എനർജി എന്ന് എഴുതാം. എനർജിയാണ് ഇവിടെ എന്ത് തന്നെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന എനർജിയുടെ ഇക്വേഷനാണ് എനർജി. ഇതാരുണ്ടാക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന എനർജി ഇൻ ടേംസ് ഓഫ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾ എഴുതുക. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് നമ്മൾ അത് പഠിക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്, എക്സ് ഡയറക്ഷനാണ് എന്ത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് EX എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. EX = നമുക്കറിയാലോ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, E0 സൈന് എങ്ങോട്ടേക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, Z ഡയറക്ഷനല്ലേ. അപ്പോൾ എന്ത് വരും, സൈൻ K എന്താണ് Z മൈനസ് പോസിറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്ത് വരും, മൈനസ് എന്ത് വരും, ω/t എന്ന് വരും. ഇനി അടുത്ത എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. B എങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത്, Y ഡയറക്ഷനിലാണ്. അപ്പോൾ BY ആണ് ഈക്വൽ ടു എന്താണ്, B0 സൈന് K എങ്ങോട്ടേക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, Z ഡയറക്ഷൻ, മൈനസ് എന്താണ് ω/t. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അതിൻ്റെ B ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റേഡിയോ വേവും അതുപോലെ തന്നെ മൈക്രോവേവിൻ്റെ പ്രൊഡക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റേഡിയോ വേവിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഏരിയലിനകത്ത് ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യിച്ചാണ് നമ്മൾ എന്തിനുണ്ടാക്കുന്നത്, റേഡിയോ വേവിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈക്രോവേവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലൈസ്ട്രോൺ വാൾവ് അല്ലെങ്കിൽ മാഗ്നട്രോൺ വാൾവ് വഴിയാണ്. നമ്മൾ എന്തിനെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, നമ്മൾ മൈക്രോവേവിനെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഫിഗർ കണ്ടിട്ടറിയാം, ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഫിഗർ തന്നിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം ദി ഫിഗർ. ആ ഫിഗറിൽ നിങ്ങൾ നോക്കിയേ, നമ്മുടെ PQ ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്,
P1Q1 ആണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? OQ ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. OQ1 ആണ് എന്ത്? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദി മാഗ്നിഫൈയിങ് പവർ ഓഫ് ദി സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവറിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യുക. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു എന്താണ്? V എന്താണ്? U ആണ്. Vനെ നമുക്ക് പുറത്തെടുക്കാം, 1/u എന്ന് എഴുതാം. ഇനി നമുക്കറിയാം എന്താണ് 1/u എന്ന് പറയുന്നത്? 1/u എന്ന് പറയുന്നത് 1/u എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ 1/v മൈനസ് 1/u ഈക്വൽ ടു എന്താണ്? 1/f. ഇതല്ലേ ലെൻസിൻ്റെ ഫോർമുല. ഇതിൽ നിന്ന് 1/, എന്ത് കണ്ടുപിടിക്കാം? u കണ്ടുപിടിക്കാം. 1/u ഈക്വൽ ടു എന്തായിരിക്കും? 1/v മൈനസ് എന്താണ്? 1/f അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/v മൈനസ് എന്താണ്? 1/f എന്ന് കിട്ടുകയും വിനകത്തിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 1 മൈനസ് എന്താണ്? 1/v എന്ത് കിട്ടും? f എന്ന് കിട്ടുകയും. ഇനി നമുക്കറിയാം v ഇരിക്കുന്നത് എന്താണ്? ലീസ്റ്റ് ഡിസ്റ്റൻസ് കോഫിഷ്യൻ്റിലല്ലേ. കാരണം എവിടെ ഇമേജ് ഇരിക്കുന്നത് എവിടെയാണ്? ഇപ്പുറ സൈഡിൽ ഇമേജ് ഇരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് വിളിക്കാം? മൈനസ് എന്ത് വിളിക്കാം? d എന്ന് വിളിക്കാം. കാരണം ഇങ്ങോട്ടേക്കാണെങ്കിൽ മൈനസ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? നമുക്കിവിടെ 1 പ്ലസ് എന്താണ്? d/f എന്ന് കിട്ടുകയും. ഇതാണ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ. ഇനി അഥവാ ഇമേജ് ഫോം ചെയ്ത് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? m ഈസ് ഈക്വൽ ടു d ബൈ എന്തെന്ന് എഴുതാം? f നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇതാണ് മാഗ്നിഫൈയിങ് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തൊരു നോക്കിയാൽ അതാണ് ഒരു ലോജിക്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പോയി. കാരണം നോക്കിയാൽ ആ ഒരു 21ാമത്തെ ക്വസ്റ്റിനകത്ത് റൈറ്റ് ദ നെയിം ഓഫ് ദി സീരീസ് A, B ആൻഡ് C. കാരണം ഒരു ലോജിക്ക് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ. കാരണം 3 മാർക്കിന് ഒറ്റ വേർഡിൽ ആൻസർ ഇടുന്നൊരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്. 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ആ ലോജിക്കൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കൊരു ലോജിക്ക് ഇല്ലാത്തൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. എയും ബിയും സിയും എല്ലാവർക്കും അറിയാം എന്താണ്? ലൈമാനും ബാമറും എന്താണ്? ഫാഷൻ സീരീസും ആണത്. ലൈമാൻ ബാമർ ഫാഷൻ സീരീസ്. അതിന് 3 മാർക്ക് അത്ര എഴുതി വെച്ചാൽ ജയിക്കാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ വേണം നമുക്ക് പറയാം. ജയിക്കാൻ 18 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. കാരണം ജസ്റ്റ് ഒരു ഐഡിയ മാത്രം മതി പടമായിട്ട്. ഇനി അടുത്ത് നോക്കിയേ, ദ സ്പോണ്ടേനിയസ് ആൻഡ് കണ്ടിന്യൂസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ ഓഫ് ഹെവി എലമെൻറ്റ്. അത് കുറേ കത്തി പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് വേണ്ട. അന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് DK അക്കോർഡിംഗ് ടു ദി സീക്വൻസ്. ഉണ്ടോ? അവിടെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ D എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് D2 ആയിരിക്കുകയാണ്. അതിനകത്ത് D2ൻ്റെ മാസ് നമ്പരും അറ്റോമിക് നമ്പരും ഇവിടെ തന്നിട്ടുണ്ട്. D2ൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 72ഉം അതുപോലെ തന്നെ മാസ് നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പർ 172ഉം അറ്റോമിക് നമ്പർ എന്താണ്? 71 വാട്ട് ആർ ദ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ ഓഫ് Dയുടെ മാസ് നമ്പർ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. അതിൻ്റെ ആ ഒരു ഫിഗർ, ആ ഒരു എമിഷൻ പാറ്റേൺ. D എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മൾ ഇവിടെ എഴുതുന്ന ആരെയാണ്? അറ്റോമിക് നമ്പറാണോ മാസ് നമ്പറാണോ എഴുതുന്നത്? നമ്മളിവിടെ എഴുതുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ. ഇവിടെ എന്താ എഴുതുന്നത്? മാസ് നമ്പർ. ആദ്യം എന്താ സംഭവിച്ചത്? ആദ്യം ബീറ്റ നെഗറ്റീവ് DK. നമുക്കറിയാം ബീറ്റ നെഗറ്റീവ് DK ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര കുറയും? 1 കുറയും. മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ 1 കുറയും. മാസ് നമ്പറിന് മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത് D1, D2. ഇനി നമുക്കറിയാം ഇനി ആൽഫ DKയിൽ നടക്കുന്ന ആൽഫ DK സംഭവിക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്? ആൽഫ DK സംഭവിക്കാൻ നേരത്ത് അറ്റോമിക് നമ്പർ എത്ര കുറയും? 2 കുറയും. അറ്റോമിക് നമ്പർ എത്ര കുറയും? 2 കുറയും. അപ്പോൾ Z -1 -2. അപ്പോൾ എന്താ കിട്ടുന്നത്? -3. Z -3. മാസ് നമ്പർ നമുക്കറിയാം എത്ര കുറയുന്നത്? 4 കുറയും. കാരണം എന്താണ്? ഒരു ഹീലിയം ന്യൂക്ലിയസ് അല്ലേ പുറത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയിരിക്കുന്നതിൻ്റെ ഇത് മാസ് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ. അപ്പോൾ നമുക്ക് അറ്റോമിക് നമ്പർ Z -3 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എന്താണ് അറ്റോമിക് നമ്പർ തന്നിരിക്കുന്ന? അറ്റോമിക് നമ്പർ 71 എങ്കിൽ Z = എന്താണ്? 74. ഇനി മാസ് നമ്പർ എത്ര തന്നിരിക്കുന്നത്? മാസ് നമ്പർ തന്നിരിക്കുന്നത് A -4 ആണ് നമുക്ക് കിട്ടിയ മാസ് നമ്പർ. A -4 = എത്രയാണ്? A -4 = 172 എങ്കിൽ A = എന്താണ്? 176. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 74ഉം 176ഉം മാസ് നമ്പർ 74, അറ്റോമിക് നമ്പർ 74, മാസ് നമ്പർ 176. കൺഫ്യൂഷനായി പോകാൻ കാരണം എ കാണുമ്പോൾ വായിലോട്ട് എന്തേ വരത്തുള്ളൂ? അറ്റോമിക് നമ്പർ എന്ന് വരത്തുള്ളൂ. അതുകൊണ്ടാണ് A അറ്റോമിക് നമ്പറല്ല മാസ് നമ്പറാണ്. ഓക്കെ, അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റേറ്റ് ദ റേഡിയോ ആക്റ്റീവ് DK ലോ. എന്താണ് റേഡിയോ ആക്റ്റീവ് DK ലോ പറയുന്നത്? ദ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എലമെൻറ്റ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആറ്റം പ്രസൻറ്റ് അറ്റ് ദാറ്റ് ടൈം. നമ്മൾ എങ്ങനെ അത് എഴുതുന്നത്? ദ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ dN ബൈ എന്താണ്? dt ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആറ്റം പ്രസൻറ്റ് അറ്റ് എന്താണ്? ദാറ്റ് ടൈം. ഇതാണ് ലോ ഓഫ് എന്താണ്? റേഡിയോ ആക്റ്റീവ് DK ലോ പറയുന്നത്.
dn/dt is proportional to n. ഓക്കെ, അടുത്ത നമുക്ക് മീൻ ലൈഫും ഹാഫ് ലൈഫ് തമ്മിലുള്ള റിലേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മീൻ ലൈഫും ഹാഫ് ലൈഫ് തമ്മിലുള്ള റിലേഷൻ പറയുന്നത് T½ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മീൻ ലൈഫും ഹാഫ് ലൈഫ് റിലേഷൻ എന്താണ്? ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ ടു 0.693 ഇൻറ്റു എന്താണ്? മീൻ ലൈഫാണ്. അപ്പോൾ T½ ഈസ് ഈക്വൽ ടു 0.693 ഇൻറ്റു എന്താണ്? ഇതെന്താണ്? ഹാഫ് ലൈഫ്, ഇതെന്താണ്? മീൻ ലൈഫ്. ഇതാണ് റിലേഷൻ. അടുത്ത ദിവസം പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ബ്രോഡ്കാസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡുലേഷൻ നെസസറി. നമുക്കറിയാം മോഡുലേഷൻ നെസസറി ആണ്. വാട്ട് യു മീൻ ബൈ മോഡുലേഷൻ? 2 മാർക്ക്. എന്താണ് മോഡുലേഷൻ എഴുതി വെച്ചാൽ മതി. എന്താണ് മോഡുലേഷൻ എന്ന് പറയുന്നത്? ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് എന്ത് ചെയ്യുന്നു? സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. മോഡുലേഷൻ എത്ര തരമുണ്ട്? 3 തരമുണ്ട്. എന്തൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, പിന്നെന്താണ്? ഫ്രീക്വൻസി മോഡുലേഷൻ. ഇങ്ങനെ 3 തരം മോഡുലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നിങ്ങൾ പറഞ്ഞു. എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? ഒരു മെസ്സേജ് സിഗ്നൽ, സോറി, കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് മാറുന്നതിന് നമ്മളെന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. കരിയർ വേവ് എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. ഒക്കെ നമുക്ക് അറിയാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ എക്സ്പ്ലെയിൻ ദ 2 റീസൺ വൈ മോഡുലേഷൻ നെസറി. മോഡുലേഷൻ നെസറി ആണുള്ള 2 റീസൺ പറയാൻ. ഒന്നാമത്തെ എന്താണ്? ആൻറ്റിനയുടെ ഹൈറ്റ് കുറയ്ക്കാൻ. രണ്ടാമത്തെ എന്താണ്? എഫക്റ്റീവ് ഒരു ആൻറ്റിനെ റേഡിയേറ്റ് ചെയ്യുന്ന എഫക്റ്റീവ് പവർ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? കൂട്ടാൻ വേണ്ടിയാണ്. പിന്നെന്താണ്? ഇൻ്റർമിക്സിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. 24ാമത്തെ ക്വസ്റ്റ്യൻ. 3 കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 2 picofarad, 3 picofarad, 4 picofarad are connected in parallel. Write the SI unit of capacitance. കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ത് ചെയ്യുക? എഴുതുക. കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ്. നമുക്കറിയാം എന്താണ് കപ്പാസിറ്റൻസ് SI യൂണിറ്റ് എന്ന് പറയുന്നത്? ഫാരഡ് ആണ്. ഇനി അടുത്ത എന്താണ്? കാൽക്കുലേറ്റ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. ഇതെന്താണ്? പാരലല്ലേ? പാരലാണെങ്കിൽ നമുക്കറിയാം 3 കൂടെ കൂട്ടി വെച്ചാൽ മതി. 2 + 3 + എന്താണ്? 4. ആൻസർ എത്ര കിട്ടും? 9 picofarad. 9 picofarad ആൻസർ കിട്ടുന്നത്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് 9 picofarad. ഇനി അടുത്തത് എന്താണ്? ഡിറ്റർമിൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ കമ്പൈൻഡ് ടു എ 100 വോൾട്ട് സപ്ലൈ. നമുക്കറിയാം വോൾട്ടേജ് ഈ 3 എണ്ണത്തിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? 3 എണ്ണത്തിനെയും നമ്മൾ ഒരു 100 വോൾട്ട് ബാറ്ററി ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം പാരലൽ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം. അപ്പോൾ ഇവിടെ 100, ഇവിടെ 100, ഇവിടെ എന്ത് തന്നെയാണ്? 100. ഇത് C1, ഇതെന്താണ്? C2, ഇതെന്താണ്? C3. ഇത് 2, ഇതെത്രയാണ്? 3, ഇതെന്താണ്? 4 picofarad ആണ്. എങ്കിൽ ചാർജ് Q = നമുക്കറിയാം Q = എന്താണ്? C × എന്താണ്? V അല്ലേ? C എത്രയാണ്? C എന്ന് പറയുന്നത് ഫസ്റ്റ്. ഇപ്പോൾ Q1 ഒന്നാമത് Q1. അപ്പോൾ 2 × V എത്രയാണ്? 100. എത്ര കിട്ടും? 200 പൈക്കോകൂളം എന്ന് കിട്ടും. പൈക്കോകൂളം. കാരണം കപ്പാസിറ്റൻസ് picofarad അല്ലേ? അപ്പോൾ എന്താണ്? പൈക്കോകൂളം എന്ന് കിട്ടും. ഇനി Q2 എന്തായിരിക്കും? Q2 എന്തായിരിക്കും? 300 പൈക്കോകൂളം. Q3 എന്തായിരിക്കും? Q3 എന്തായിരിക്കും? 4 അല്ലേ കിടക്കുന്നത്. അപ്പോൾ എന്താണ്? 400 പൈക്കോകൂളം എന്ന് കിട്ടും. ഇതാണ് ചാർജ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ. A rectangular loop of area A carrying a steady current I is placed uniform magnetic field. Derive the expression of torque. Tau is equal to vector M cross vector B. നമ്മൾ ചെയ്ത ഡെറിവേഷൻ ആണ്. അറിയാത്തവർ ആ ഡെറിവേഷൻ നോക്കിയാൽ മതി. ആ ഡെറിവേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം നമ്മൾ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ദ കറണ്ട് സെൻസിറ്റിവിറ്റി മേ നോട്ട് ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. ജസ്റ്റിഫൈ. അതായത് കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുമ്പോൾ എന്ത് കൂടണമെന്നില്ല? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടണമെന്നില്ല. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇക്വേഷൻ അറിയണം. അതിനുവേണ്ടി ഞാൻ ജനറൽ ഇക്വേഷനായ ഈ ഇക്വേഷൻ്റെ തുടക്കം ഞാൻ എടുക്കുന്നു. എന്താണ് തുടക്കം പറയുന്നത്? C∞ = നമ്മൾ ഡെറിവേഷൻ അല്ലേ? NI എന്താണ്? NI/AB എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. NI/AB എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ വോൾട്ടേജിൻ്റെ ടൈമിനെ കൊണ്ടുവരാൻ വേണ്ടി രണ്ടിടത്ത് ഞാൻ ആ കോയിലിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ? C∞ എന്താണ്? R = N. ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുക. കാരണം V = I × R അല്ലേ? വോൾട്ടേജിൻ്റെ ടൈമിനെ കൊണ്ടുവരാൻ വേണ്ടി R കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ R കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. NI R കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ബാക്കി A B അവിടെ എഴുതി. ഇനി ശ്രദ്ധിച്ച് I × R നമുക്കറിയാം V ആണ്. എന്തെന്ന് പറയുന്നത്? I × R എന്ന് പറയുന്നതാണ് V ആണ്. അപ്പോൾ θ/, ഇത് V അല്ലേ? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താണ്? θ/V = ഇവിടെ ബാക്കി എന്തുണ്ട്? NAB ഡിവൈഡഡ് ബൈ
ഇവിടെ എന്താ കിടക്കുന്നത്? റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, ആറാവും. പിന്നെ ഒരു സി ഉണ്ട്, ഇങ്ങോട്ടേക്ക് വരും അല്ലേ? അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ തീറ്റ ബൈ എന്താണ്? ഐ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എൻ എ ബി ബൈ എന്താ? സി ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഫാക്ടർ തീറ്റ ബൈ വി എന്ന് പറയുന്നത്. ഈ തീറ്റ ബൈ വി ആണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഫാക്ടർ. അപ്പോൾ നമുക്ക് കറണ്ട് സെൻസിറ്റിവിറ്റി ഫാക്ടർ ഇക്വേഷൻ തീറ്റ ബൈ ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി ഫാക്ടർ. കറണ്ട് സെൻസിറ്റിവിറ്റി ഫാക്ടർ എപ്പോഴാണ് കൂടുന്നു? നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കറണ്ട് സെൻസിറ്റിവിറ്റി ഫാക്ടർ കൂടും. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഫാക്ടർ കൂടുമോ? ഇല്ല. കാരണം ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ റെസിസ്റ്റൻസും എന്ത് ചെയ്യും? കൂടും. കാരണം റെസിസ്റ്റൻസിന് കേസ് നമുക്കറിയാം റോ എൽ ബൈ എന്താണ്? എ ആണ്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ എന്ത് കൂടും? ലെങ്ത് കൂടും. അതിന് പ്രപ്പോർഷനായിട്ട് എന്ത് കൂടും? ലെങ്ത് കൂടും. ലെങ്ത് കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും അവിടെ എന്താ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസും കൂടും. അപ്പോൾ മുകളിൽ കൂടി താഴെയും കൂടി നെറ്റ് ചേഞ്ച് എന്തായിരിക്കും? നെറ്റ് ചേഞ്ച് ഇല്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ കറണ്ട് സെൻസിറ്റീവ് ഫാക്ടർ കൂട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് കൂടണമെന്നില്ല? വോൾട്ടേജ് സെൻസിറ്റീവ് ഫാക്ടർ കൂടണമെന്നില്ല. ഈ റിലേഷൻ അനുസരിച്ച് നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തും കൂടും? റെസിസ്റ്റൻസ് കൂടും. കാരണം റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ റോ എൽ ബൈ എ ആണ്. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ ലെങ്ത് കൂടും. ലെങ്ത് കൂടി എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. മുകളിലുണ്ടായ ചേഞ്ച് താഴെ ചേഞ്ചുമായിട്ട് എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. 26ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു സി സി എം മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എത്രയാണ് സി സി എം മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്? സി സി എം മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 2.14 ഇലക്ട്രോൺ വോൾട്ട് വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 2.14 ഇലക്ട്രോൺ വോൾട്ടാണ് വർക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. വെൻ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി, ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ തന്നിട്ടുണ്ട്. എത്ര ന്യൂ തന്നിരിക്കുന്നത്? 6 × 10⁻14 ഹെർട്സ് തന്നിട്ടുണ്ട്. പിന്നെ എച്ചിൻ്റെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 66 × 10⁻34 ജൂൾ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഡിഫൈൻ വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജി നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇക്വേഷൻ എന്താ പറയുന്നത്? എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ? ഇവിടെ നിന്ന് കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? എച്ച് ന്യൂ മൈനസ് എന്താണ്? എച്ച് ന്യൂ 0. നമുക്കറിയാം എച്ച് ന്യൂ എന്ന് പറയുന്നത് ന്യൂ എത്ര? എച്ച് എത്രയാണ്? 66 അല്ല, തെറ്റിപ്പോയതാണ്. 6.6 × 10⁻34 ഇൻറ്റു ന്യൂ എത്രയാണ്? 6 × 10⁻14 മൈനസ് എച്ച് ന്യൂ 0 തന്നിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷൻ എത്ര തന്നിരിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 2.14 ആണ്. അപ്പം നമ്മളതിന് ഇലക്ട്രോൺ വോൾട്ടാണ്. വോൾട്ട് മാറ്റാൻ വേണ്ടി 2.14 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 വെച്ച് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ SI യൂണിറ്റ് മാറത്തുള്ളൂ. ഇനി ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിൽ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ആദ്യം എന്തായിരുന്നു? 6.6 ഇൻറ്റു 10⁻34 ഇൻറ്റു 6 ഇൻറ്റു 10⁻14 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മൈനസ് നെക്സ്റ്റ് ബ്രാക്കറ്റ് 2.14 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19. ഓക്കെ, ഞാൻ റീച്ചെക്ക് ചെയ്യട്ടെ. 2.14 4 10 6 6.6. ഓക്കെ, ആൻസർ നമുക്ക് 5.36 ഇൻറ്റു 10⁻⁻20 എന്തെന്ന് കിട്ടും? ജൂളെന്ന് കിട്ടും. ഇത്രയാണ് അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്തിലോട്ട് മാറ്റാം? ഇലക്ട്രോൺ വോൾട്ടോട്ട് മാറ്റാം. ഇലക്ട്രോൺ വോൾട്ടോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഇലക്ട്രോൺ വോൾട്ടോട്ട് മാറ്റി നോക്കാം. ഇലക്ട്രോൺ വോൾട്ട് മാറ്റാൻ വേണ്ടി 1.6 ഇൻറ്റു 10⁻⁻19 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 0.335 എന്ത് കിട്ടും? ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ്? അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്
കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താണ് കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ യൂട്ടിലിക്കേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എന്താണ് വി ആണ്. ഇ ഇൻറ്റു വി. വി എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ദെൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ എന്താണ് ഇ ആണ്. കൈനറ്റിക് എനർജിനെ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. നമുക്ക് ഓൾറെഡി കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് 5.36 ഇൻറ്റു 10⁻⁻20 ഡിവൈഡഡ് ബൈ ഇ. ഇ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കിട്ടും. നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 5.36 ഇൻറ്റു 10⁻⁻20 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻90. ഞാൻ ചെയ്ത് നോക്കുന്ന ആൻസർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ചിലപ്പോൾ തെറ്റാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് എത്ര കിട്ടി? വോൾട്ടേജ് 0.33 വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് നമുക്കവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. നിങ്ങൾ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാൽക്കുലേഷനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റീചെക്ക് ചെയ്യുക. അതിനുശേഷം ഫൈനൽ ആൻസർ ഉറപ്പിക്കുക. നമുക്ക് ആ സ്റ്റെപ്പാണ് ഞാനവിടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നിരിക്കുന്നത്. കാൽക്കുലേഷൻ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടാണ്. ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കും ആൻസർ. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. എ വീസൺ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഒരു വീസൺ ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. വീസൺ ബ്രിഡ്ജ് ഈസ് ഷോൺ ഇൻ ഫിഗർ ആൻഡ് എ ക്വസ്റ്റ്യൻ ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് 4 റെസിസ്റ്റർ ഓഫ് ഗാൽവനോമീറ്റർ ടു 0 നെറ്റ് റിഫ്ലക്ഷൻ. നമുക്കറിയാം P/Qയുടെ R/S എന്നൊരു ഡെറിവേഷൻ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ പിയും ക്യൂ ഒന്നും അല്ല പറഞ്ഞു തന്നിരിക്കുന്നതാണ്. R1 R2 R3 R4 എന്ന റിലേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? R2/R4 ഈസ് ഈക്വൽ ടു R2/R4 ഈസ് ഈക്വൽ ടു R1 എന്ത് കിട്ടും? R3 എന്ന് കിട്ടും. ഓക്കെ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നെയിം ദ പ്രാക്ടിക്കൽ ഡിവൈസ് വിച്ച് യൂസസ് ദിസ് പ്രിൻസിപ്പിൾ. നമുക്കറിയാം എന്താണ്? മീറ്റർ ബ്രിഡ്ജാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The current through an AC circuit depends on the magnitude of the applied voltage and impedance of the circuit. അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധനമാണ് അല്ലേ. ഇനി റൈറ്റ് any two factors on which the impedance of a series LCR circuit depends. ഇംപെഡൻസ് ഇൻഡിക്കേഷൻ എന്താണ്? Z is equal to R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ ആണ്. അപ്പം ആറോ എക്സെല്ലോ XC മാറുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആര് മാറും? ഇംപെഡൻസ് എന്ത് ചെയ്യും? മാറുന്നതായിരിക്കും. അല്ലെങ്കിൽ ഫ്രീക്വൻസി മാറിയാലും ഇംപെഡൻസ് എന്ത് ചെയ്യും? മാറുന്നതായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസോ അല്ലെങ്കിൽ കപ്പാസിറ്റി റിയാക്റ്റൻസോ അല്ലെങ്കിൽ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് ഒരു എ സിയിലെ എന്ത് മാറാൻ സാധ്യതയുണ്ട്? റെസിസ്റ്റൻസ് മാറാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് വെച്ചാൽ ഇംപെഡൻസ് മാറാൻ സാധ്യതയുണ്ട്. ഡ്രോ ദ ഇംപെഡൻസ് ഡയഗ്രം ഓഫ് LCR സർക്യൂട്ട്. നമുക്കറിയാം ഇംപെഡൻസ് ഡയഗ്രം എന്ന് പറയുന്നത് എന്താണ്? ഇംപെഡൻസ് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ഇംപെഡൻസ് ട്രയാങ്കിൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? Z, ഇവിടെ എന്താണ്? R, ഇവിടെ എന്താണ്? XL മൈനസ് എന്താണ്? XC, ഇവിടെ എന്താണ്? Phi. ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്? പവർ ഫാക്ടർ കണ്ടുപിടിക്കുക. പവർ ഫാക്ടർ എന്ന് വെച്ചാൽ cos phi അല്ലേ. cos phi എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് R എന്താണ്? Z ആണ് ഇവിടുത്തെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഈ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് സൈനുസോയിഡൽ വോൾട്ടേജ് ഓഫ് 283 വോൾട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ഈ സപ്ലൈ ടു എ സീരീസ് LCR സർക്യൂട്ട് ഇൻ വിച്ച് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എന്താ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്? R is equal to 3 ohm. R is equal to 3 ohm. അതുപോലെ തന്നെ L തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 25.48 മില്ലി ഹെൻറി. അപ്പോൾ ഹെൻറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ അടുത്ത് തന്നിരിക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 796 മൈക്രോ ഫാരഡ്. ഫൈൻഡ് ദ ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട്. Z എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്? R² പ്ലസ് XL മൈനസ് എന്താണ്? XC ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് XL XC ഒന്നും ക്വസ്റ്റ്യനകത്തില്ല. അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? XLനെയും XCനെയും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം? XLനെ കണ്ടുപിടിക്കാം. XL ഇക്വേഷൻ അറിയാം. നമുക്കറിയാം എന്താണ്? L ഒമേഗയാണ്. അതായത് L ഇൻറ്റു 2π ഇൻറ്റു എന്താണ്? ന്യൂ ആണ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്ര ഫ്രീക്വൻസി തന്നിരിക്കുന്നത്? 50 ഹെർട്സ് ആണ് അല്ലേ. 50 ഹെർട്സ്. L എത്രയാണ്? 25 ആണ്. മില്ലി ഹെൻറിനെ ഹെൻറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 10⁻³ എന്താണ്? -3 ഇൻറ്റു 2 ഇൻറ്റു 3.14 ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ് തന്നിരിക്കുന്നത്? 50. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? XL നമുക്കൊന്ന് കണ്ടുപിടിക്കാം. XLൻ്റെ വാല്യൂ 25.48 ഇൻറ്റു 10⁻³
ഇൻറ്റു 2 ഇൻറ്റു 3.14 ഇൻറ്റു 50. ആൻസർ 8.000. ഓക്കെ, 8 ഓം എന്ന് എടുക്കാം. 8 ഓം എന്ന് എടുക്കാം. ഇനി എക്സ് സി കണ്ടുപിടിക്കണേ അല്ലേ. എക്സ് സി ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്, 1 എന്താണ്, സി ഒമേഗയാണ്. സി എത്ര വന്നിരിക്കുന്നത് 796 മൈക്രോ ആണ്, 10⁻⁻6 ആണ്, ഇൻറ്റു 2 ഇൻറ്റു 3.14 ഇൻറ്റു ന്യൂ എത്രയാണ് 50 അല്ലേ. നമുക്ക് ഇതും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 796 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 സമം 4 പോയിൻറ്റ് സംതിങ് ആണ്. നമുക്ക് 4 എന്നിട്ടാൽ മതി. 4 ഓം എന്ന് കിട്ടി. എങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് 3ൻ്റെ സ്ക്വയർ പ്ലസ് XL മൈനസ് XC. 8 നിന്ന് 4 പോയാൽ 4 അല്ലേ, 4ൻ്റെ സ്ക്വയർ. 9ൻ്റെ സ്ക്വയറും 16 സ്ക്വയർ കൂട്ടി കഴിഞ്ഞാൽ 9 + 16 25. റൂട്ട് 25 എത്ര, 5 ഓം എന്ന് കിട്ടും. 5 ഓം. അപ്പോൾ ഇമ്പിഡൻസ് എത്ര കിട്ടി, 5 ഓം. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മാർക്കിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്.